ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പൊ ജാനകിയുടെ അബിയുടെയും വീടിന്റെ റീമേക്ക് വേർഷൻ ആട്ടോ പറയുന്നത്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ വലിയ കാര്യമായിട്ടൊന്നും പറയുന്നില്ല, വേറൊന്നുമല്ല. നമ്മുടെ ലച്ചുയുടെ ബാഗൊക്കെ വലിച്ചെറിയുന്നുണ്ട് മുത്തശ്ശി അപർണയും കൂടിയിട്ട്. ആ സമയത്ത് പൊന്നു പറയുന്നുണ്ട്, ലച്ചു അപ്പച്ചീനെ പഠിപ്പിക്കാൻ വിടുന്നത് അമ്മയാണെന്ന് പറയുമ്പോൾ ആദ്യം നിന്റെ അമ്മയുടെ തലക്കെട്ടാ കൊടുക്കേണ്ടതെന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയാട്ടോ. ലച്ചുക്ക് വല്ലാതെ വിഷമമൊക്കെ തോന്നുന്നുണ്ട്. നമ്മുടെ നിരഞ്ജനാണെങ്കിൽ അമ്മയടുത്ത് പറയുന്നുണ്ട്, എന്താണ് സ്വഭാവം, അങ്ങനെ നമ്മുടെ വക്കീലിന്റെ സ്വഭാവം മാറുന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല, അപർണയായിട്ടുള്ള കൂട്ട് ഭയങ്കര കൂടുതലാണ്, എനിക്ക് അതാണ് സഹിക്കാൻ പറ്റുന്നത്. അജയ്ക്ക് അപർണക്ക് ഭയങ്കര കൂട്ട് പോലെ തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ അമ്മ പറയണ്ട, എന്നാൽ സൂക്ഷിക്കണം മോളെ, നീ വിചാരിക്കുന്ന പോലെ അല്ല, അപർണ നിങ്ങളുടെ കുടുംബം കലക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് വന്ന ഒരുത്തിയാണ് എന്നൊക്കെ പറയണത്. നീ എന്തൊക്കെ പറയുന്നത്, നിന്നെ കെട്ടിപ്പോയ വീടാണ് നീ നോക്കേണ്ടത്, അവിടെ വീട്ടിലെല്ലാം നോക്കണം. പിന്നെ ജാനകി നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ, നീ പേടിക്കൊന്നും വേണ്ടെന്നൊക്കെ അമ്മ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും നിരഞ്ജന പറയണ്ട, എന്നാലും അജയ്ക്ക് എന്റെ സ്നേഹവും പ്രണയവും ഇഷ്ടവും ഒന്നും ആത്മാർത്ഥത ഒന്നും മനസ്സിലാവുന്നില്ല, അതാണ് എന്നെ തളർത്തി കളയണത് അമ്മേ എന്നൊക്കെ നിരഞ്ജന പറയുന്നുണ്ട്. അതേ സമയമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തമ്പിയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ വന്നിട്ട് സൂര്യടുത്ത് പറയുന്നുണ്ട്, എടാ നിന്നെ ഇങ്ങനെ കിടക്കണ കാണാൻ വേണ്ടി എന്തുമാത്രം ആഗ്രഹിച്ചെന്നറിയാവോ. സത്യം പറയാലോ, നല്ല പ്രായത്തിൽ നിന്നെ ഒരുപാട് ഉപദ്രവിക്കാനും ആക്സിഡന്റ് വരുത്താനും നിന്നെ കിടത്താനൊക്കെ ഞാൻ നോക്കിയതാണ്, പക്ഷെ ഒന്നും നടന്നില്ല. നീ ബിസിനസ്സിൽ അങ്ങോട്ട് കത്തി കയറിപ്പോയി. നിന്നെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ മോളെ വിദേശത്ത് പോയിട്ട് ബിസിനസ് പഠിപ്പിച്ചത്. പക്ഷെ അതൊക്കെ വെറുതെ ആയിപ്പോയി. വെറുതെ അവളെ അന്ന് തന്നെ നിന്റെ വീട്ടിലേക്ക് കെട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. കണ്ടില്ലടാ, എൻ്റെ മോള് വലതുകാലം വെച്ച് നിന്റെ വീട്ടിൽ കയറിയപ്പോൾ തന്നെ നിന്റെ വീട് 4 കഷ്ണമില്ലേ. നിന്റെ ഭാര്യ പോലും നിന്നെ നോക്കാൻ വരുന്നുണ്ടോടാ. നീ ഇത്രോ ഈ ഒരു അവസ്ഥയിൽ കിടന്നിട്ട് പോലും നിന്റെ ഭാര്യ ഒന്ന് വന്ന് തിരിഞ്ഞു നോക്കിയോടാ നിന്നെ എന്നൊക്കെ പറയാണ്. സൂര്യ ഒന്നും പറയണ്ട, അങ്ങനെ തന്നെ ഇരിക്കുക കേട്ടോ. അതിനുശേഷം തമ്പി പറഞ്ഞത്, നീ നോക്കിക്കോടാ, നീ ഇവിടെ തന്നെ ഇങ്ങനെ കിടന്നോ, ഞാൻ നിന്റെ വീട്ടിൽ പോയിട്ട് എന്താ ചെയ്യാൻ പോണെന്നൊക്കെ നീ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലു വിളിച്ചിട്ടാണ് നമ്മുടെ തമ്പി അവിടെ നിന്ന് പോകുന്നത്. അതേ സമയമാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ പറയാൻ പറഞ്ഞത് ഇത് ഞാൻ ഇത്രയും പറഞ്ഞത് ഇന്നത്തെ എപ്പിസോഡിന്റെ ഭാഗമാണ്. ഞാൻ ജസ്റ്റ് ഒരു 2 മിനിറ്റ് പറഞ്ഞത്. ഇനി വരാൻ പോണ ഒരു ഭാഗം പറയാം. നമ്മുടെ അച്ഛനെ വേണ്ടിയിട്ട് ജാനകി ഒരു പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് പോകണ്ട. അപ്പൊ പൂജാരി പറഞ്ഞിട്ട് മോളുടെ അച്ഛന്റെ പേരും നാളൊക്കെ പറഞ്ഞോന്ന് ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ ജാനകി ആകെ ഞെട്ടിപ്പോണം. അപ്പൊ അവിടെ നിൽക്കുന്ന 2-3 ചേച്ചിമാര് പറയുന്നുണ്ട്, അയ്യോ തിരുമേനി, ഇവൾക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ല, ഇവൾ അനാഥയാണെന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ്. അത് കേട്ടുകൊണ്ട് നമ്മുടെ അഭി അങ്ങോട്ടേക്ക് വരുവാണ്. അഭി ജാനകിടുത്ത് പറയണ്ട, നീ വിഷമിക്കേണ്ട, നിന്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, തീർച്ചയായിട്ടും അവർ ഇന്നല്ലെങ്കിൽ നാളെ വരും, ഞാനല്ലേ നിനക്ക് ഉറപ്പ് തരുന്നത് എന്ന് പറയാണ്. ആദ്യം തന്നെ ആ പ്രൊമോ നമുക്ക് മനസ്സിലാക്കാം, അഭിക്ക് സത്യങ്ങളൊക്കെ അറിയാന്ന്. വേറെ ആരുമല്ല, തമ്പിയുടെ മൂത്ത മകളാണ് നമ്മുടെ ജാനകി. തമ്പിയുടെ മകൾ തന്നെയാണ് ജാനകി. ഇനി അപർണ തമ്പിയുടെ മകളാണെന്നുള്ള കാര്യത്തിലേ സംശയമുള്ളൂ. ജാനകി എന്തായാലും തമ്പിയുടെ മകൾ തന്നെയാണെന്നുള്ള 100% ഷുവറാണ്. അത് അഭിക്കും അറിയാം, സൂര്യക്കും അറിയാം. അവർ പറയാത്തതാണ്, കാണിച്ച പറഞ്ഞു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും പൊട്ടിത്തെറികളും ഉണ്ടാവും. ചിലപ്പോൾ ജാനകിക്ക് അത് സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരെ വരും. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. അതേസമയം നമ്മുടെ സൂര്യക്കാണെങ്കിൽ കുറെ ഭയങ്കര സീരിയസ് ആവും കേട്ടോ. സീരിയസ് ആകുമ്പോഴേക്കും നമ്മുടെ അമ്മയുടെ അടുത്ത് ജാനകിയും അഭിയും പറയുന്നുണ്ട്, അമ്മ അച്ഛൻ അത്ര സീരിയസ് ആണ്, എല്ലാവരും ഒന്ന് വന്ന് കാണണമെന്ന് പറയുമ്പോൾ, പിന്നെ മതിയടി നിന്റെ അഭിനയം, അവിടെ വന്ന് കാണണം, അച്ഛന് സീരിയസ് ആണ്, ഹാർട്ട് അറ്റാക്ക് ഇനി വരും, സൂക്ഷിക്കണം, അച്ഛനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയരുത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആ ഭാഗം വെക്കണതും വീതം വെക്കണതൊക്കെ തടയാൻ വേണ്ടിയിട്ടുള്ള കാര്യമല്ലേ നിങ്ങൾ ചെയ്യണത് എന്ന് ചോദിക്കുമ്പോൾ, അമ്മ അങ്ങനെയൊന്നും അല്ല, അച്ഛൻ അത്ര സീരിയസ് ആണ്, നിങ്ങളൊക്കെ കാണാൻ അച്ഛന് ആഗ്രഹമുണ്ട്, അജയനെ അമ്മേനൊക്കെ എപ്പോഴും അന്വേഷിക്കാന്ന് പറയുമ്പോൾ നിരഞ്ജന പറഞ്ഞ, ചേച്ചി ഞാൻ വരാൻ ചേച്ചി എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ജാനകിയുടെ നിരഞ്ജനയൊക്കെ പോകുന്നത്. അപ്പൊ അപർണ, നീയും വാ പറഞ്ഞ, ശത്രുത വെക്കേണ്ട സമയമല്ല, നോക്ക് നിന്റെ അമ്മായച്ചനാണ്, അമ്മായച്ചൻ നിന്റെ അച്ഛനെ പോലെ തന്നെയാണ്, നിന്നോട് ഒരു ദ്രോഹം അദ്ദേഹം ചെയ്തിട്ടില്ലല്ലോ, നിനക്ക് ദേഷ്യം എന്നോട് അഭിയേട്ടനോടല്ലേ, പിന്നെ നീ എന്തുകൊണ്ട് വരാൻ പറയാണ്. ശരി ഞാനും കൂടി വന്നോളാം എന്ന് അപർണ പറയണ്ട. അപ്പൊ അമ്മയുടെ പറയാം, അമ്മ വാ അമ്മ എന്ന് പറയുമ്പോഴേക്കും ഞാൻ വരില്ല എന്ന് പറയാണ്. അമ്മ അത്ര സീരിയസ് ആണെന്ന് ഞാൻ വരില്ല എന്ന് പറഞ്ഞില്ലേ, അയാൾ ചത്താ പോലും ഞാൻ വരില്ലെന്ന് പറയണം. അങ്ങനെ പ്രഭയുടെ ആ നാവ് ശരിക്കും പറഞ്ഞാൽ അതുപോലെ തന്നെ നടക്കുവാട്ടെ. നമ്മുടെ സൂര്യ മിക്കവാറും സൂര്യ മരിക്കാൻ തന്നെയാണ് ചാൻസ് എന്നാണ് പറയണത്. അങ്ങനെ സൂര്യ ഇല്ലാതാകുമ്പോൾ ആ വീട്ടിലേക്ക് കയറി വരാൻ പോവാണ് തമ്പിയൊക്കെ പിന്നെ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണത്. കാര്യം വേറൊന്നുമല്ല, നമ്മുടെ അപർണയുടെ അച്ഛനാണല്ലോ. അപ്പൊ ഇനി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ, കാരണം ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കണത് നമ്മുടെ ഇപ്പൊ അപർണയും അതുപോലെ തന്നെ അവരൊക്കെയാണ് കാര്യങ്ങളൊക്കെ, അമലൊക്കെയാണ് കാര്യങ്ങൾ നോക്കണം. അപ്പൊ അവരുടെ സഹായിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരുന്ന അവസ്ഥയിലാണ് തമ്പി വീട്ടിലേക്ക് വരുന്നത്. പക്ഷെ തമ്പിക്ക് അറിയില്ല തന്റെ സ്വന്തം മകളാണ് ജാനകി എന്ന്. തമ്പിക്ക് ഏറ്റവും കണ്ണെടുത്താൽ കണ്ടുകൂടാത്തത് ജാനകിനെ തന്നെയാണ്. പക്ഷെ അഭി ഇന്നല്ലെങ്കിൽ നാളെ ആ സത്യങ്ങൾ ജാനകിയുടെ പറയും. കാരണം വെച്ചാൽ ഇവരുടെ ശത്രുത ഒഴിവാക്കാനായിട്ട് ആ ഒരു കാര്യം മാത്രമേ പുറത്തു വിടാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഇവർ ശത്രുത എന്തായാലും നിർത്തിയല്ലേ പറ്റുള്ളൂ, എപ്പോഴും ശത്രുതായിട്ട് നിന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ജാനകിയുടെ മുമ്പിൽ നമ്മുടെ അഭി തന്നെ മനസ്സ് തുറക്കും, എടുത്ത് എനിക്കൊരു അച്ഛനുണ്ട് അമ്മയുണ്ട്, അച്ഛൻ തന്റെ കൺമുമ്പിൽ തന്നെ ഒരാളാണെന്ന് പറയുമ്പോൾ ജാനകി എന്റെ കൺമുമ്പിലോ, അതാരാണെന്ന് ചോദിക്കുമ്പോഴേക്കും അത് ഞാൻ പറയില്ല, താൻ തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി പറയാണ് അഭി. അത് ആരായിരിക്കുമെന്നാണ് പിന്നെ ജാനകി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, എന്റെ കൺമുമ്പിൽ കൂടി എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ആരാണ്? ജാനകിയുടെ മനസ്സിൽ കുറെ മുഖങ്ങൾ വരുന്നുണ്ടെങ്കിലും എന്തിനാ നിരഞ്ജനന്റെ അച്ഛന്റെ മുഖം പോലും ജാനകിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പക്ഷേ
ഒരിക്കൽ പോലും തമ്പിയുടെ മുഖം വരില്ല കേട്ടോ. തമ്പിയുടെ മുഖം വന്നാൽ തന്നെ ഇയാള് എൻ്റെ അച്ഛനാണെങ്കിൽ ഞാൻ പോയി തൂങ്ങിച്ചാവും എന്നൊക്കെയാണ് നമ്മുടെ ജാനകി വിചാരിക്കുന്നത്. പക്ഷെ ജാനകിക്ക് അറിയില്ലല്ലോ ഇയാൾ തന്നെയാണ് ജാനകിയുടെ അച്ഛൻ എന്നുള്ള സത്യം. അതേ സമയമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൂര്യ വക്കീലിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷെ വക്കീൽ ഇത് പറയുന്നുണ്ട്, ഇത് എൻ്റെ ഒരു നിബന്ധന കൂടി പറഞ്ഞു, എൻ്റെ കുടുംബം എല്ലാവരും 4 വീതമാവണ സമയം എപ്പോഴാണ് അപ്പം മാത്രമേ വിൽപ്പത്രം വായിക്കാൻ പാടുന്നു. അത് വേറൊന്നുമല്ല, 4 മക്കൾക്കും വീതം വെച്ചിട്ടുണ്ട്. പക്ഷേ 4 മക്കളുടെ കൂടെ ഒരാൾക്കും കൂടി എക്സ്ട്രാ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ ആർക്കല്ല, ജാനകിക്ക് നല്ല രീതിയിൽ തന്നെ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേരിലും പ്രശ്നം ഉണ്ടാവും. കാരണം 4 മക്കൾക്കും കൊടുത്തു. പിന്നെ മരുമകളായിട്ടുള്ള ജാനകിക്ക് എന്തിനാ കൊടുക്കുന്നത്? ഭാര്യയ്ക്കല്ലേ കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ പ്രഭക്ക് ഒരു തുള്ളി സാധനം പോലും കൊടുത്തിട്ടില്ല. കാരണം അത്ര അഹങ്കാരിയാണ് പ്രഭ അറിയണം മക്കളില്ലാതെ ആകുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ട്. കാരണം താനിങ്ങനെ മരണ അവസ്ഥയിൽ കിടന്നപ്പോൾ പോലും തന്റെ മക്കളെ പിടിച്ചിട്ട് സ്വത്ത് പണം എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു വെച്ചിരിക്കുകയാണ്. എത്രയോ നാള് സ്നേഹമാണ്, പൊന്നാണ്, കരളാന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം സ്വത്തുക്കളുടെ വീതം വെക്കുന്ന കാര്യം വന്നപ്പോഴേക്കും തന്നെ തള്ളി പറഞ്ഞ പോയ ഒരു ഭാര്യയാണ് പ്രഭ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരുടെ സ്വഭാവം സൂര്യക്ക് നന്നായിട്ട് മനസ്സിലായത് കൊണ്ട് തന്നെ എല്ലാവർക്കും കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ ലച്ചുക്ക് വരെ ഒരു കുറച്ച് സ്വത്തുക്കളും ഭാഗങ്ങളും മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ലച്ചു ആണെങ്കിൽ അമലിനെ എങ്ങനെ തട്ടിയെടുത്തോണ്ട് പോകുന്നുള്ള പേടിയാണ് നമ്മുടെ അപർണ കേട്ടോ. അപർണ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലത് പറയുന്നുണ്ട്. ഈ ലച്ചു എന്ന് പറഞ്ഞ നിർത്തിയേക്കണ എന്തിനാന്ന് അറിയാവോ? എന്നെ ഇവിടുന്ന് പറഞ്ഞു വെച്ചിട്ട് അമലിനെ കൊണ്ട് കെട്ടിക്കാനാ. അവന്റെ മുറപ്പെണ്ണാണല്ലോ. പിന്നെ ജാനകിക്ക് അഭിക്കും ഭയങ്കര കാര്യമാണ് ലച്ചുവിന്. ഇനിയിപ്പോ അവൾ ഡോക്ടർ എങ്ങാനും ആയെങ്കിലോ അമലിന് ഭയങ്കര താല്പര്യമായിരിക്കും. അല്ലെങ്കിൽ തന്നെ അമലിന് ഭയങ്കര താല്പര്യമാണ്. ലച്ചു എന്ന് പറയുമ്പോൾ എന്നെക്കാളും വല്ലാത്ത സ്നേഹത്തിലാണ് പറയണെന്ന് പറയുമ്പോൾ ജാനകി പറയുകയൊക്കെ ചെയ്യും കേട്ടോ. നിനക്ക് നാണില്ല ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ അവളുടെ അനിയത്തിനെ പോലെ കാണുമെന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് പുറത്തുനിന്ന് നോക്കണവർക്ക് അങ്ങനെ തോന്നുള്ളൂ. പക്ഷെ ഭാര്യയായിട്ടുള്ള എനിക്കറിയാം അവൾക്ക് മേലെ ഒരു കണ്ണൊക്കെ ഉണ്ടെന്ന് പറയാണ്. അപ്പൊ ഇങ്ങനത്തെ കുറെ ഭാഗങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനി കാണാൻ പോണത്. എന്തായാലും തമിഴിൽ നടക്കുന്ന ഭാഗങ്ങളും മലയാളത്തിൽ നടക്കുന്ന ഭാഗങ്ങളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇതുപോലൊന്നും അല്ല തമിഴിൽ. പക്ഷെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇതേപോലെ തന്നെയാണ് പോണത്. പക്ഷെ ഞാൻ പറയില്ല, ഇപ്പൊ തമിഴ് നടന്നുകൊണ്ടിരിക്കുന്നത് നിരഞ്ജനയുടെ പ്രശ്നങ്ങളാണ്. പക്ഷെ ഇതിൽ നിരഞ്ജനക്ക് ആ പ്രശ്നം വരുമെന്ന് തോന്നുന്നില്ല. കാരണം തമിഴിൽ നിരഞ്ജനയുടെ ഭർത്താവായിട്ടുള്ള നമ്മുടെ ഭർത്താവിന് ഇത്ര വൃത്തികെട്ട സ്വഭാവമൊന്നും ഇല്ല. അതായത് ഇത്രയും ഒരു പണാക്രാന്തക്കാരനൊന്നും അല്ല. നിരഞ്ജനത്ത് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് പ്രശ്നം വന്നാലും നിരഞ്ജനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പക്ഷെ ഇതിലങ്ങനെയല്ലല്ലോ. നിരഞ്ജനെ ഒരു അവസരം വന്നാൽ നിരഞ്ജനെ വേണമെങ്കിൽ തള്ളിക്കളയും. ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല ഭാഗങ്ങളായിട്ട് ഇനി വരാൻ പോണത്. നിങ്ങൾക്ക് ഈ സീരിയൽ ജാനകിയുടെ അബിയുടെ എന്ന സീരിയൽ ഇഷ്ടമാണ്, ഇതിന്റെ അപ്കമിങ് റിവ്യൂസും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കുറച്ച് നാൾ മുമ്പ് ഞാൻ റിവ്യൂസ് ഇടുന്നുണ്ടായിരുന്നതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടാതിരുന്നതിന്റെ കാരണം വേറൊന്നുമല്ല, ഇതിന്റെ റീമേക്ക് മനസ്സിലാക്കണമെങ്കിൽ കുറേ സമയം പിടിക്കും. അപ്പൊ അതുകൊണ്ടിട്ടാണ് അത് മനസ്സിലാക്കി എടുത്ത് റിവ്യൂ പറയണമല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഈ സീരിയലിന്റെ റീമേക്ക് കേൾക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് റിവ്യൂസ് കണ്ടിട്ട് ഒരു ദിവസത്തിന്റെ ഗ്യാപ്പിലൊക്കെ ഇതിന്റെ റിവ്യൂ ഇടുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.